ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് സ്പെഷ്യലായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഞാൻ വിവിധ ടൈപ്പിലുള്ള ഡ്രിങ്ക്സിൻ്റെ റെസിപ്പികളൊക്കെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കയറി നോക്കിയിട്ട് കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. അപ്പോൾ ഇത് വന്നിട്ട് നമുക്കൊരു പിസ്തയുടെ ഫ്ലേവറിലുള്ളതാണ്. അടിപൊളിയാണ്. നമ്മുടെ വീട്ടിലൊക്കെ ചെറിയൊരു ഫംഗ്ഷനൊക്കെ വന്ന ടൈമിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയതാണ്. എല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ലഭിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു അര ഗ്ലാസോളം ചവ്വരി എടുത്തിട്ട് ഒന്ന് കുതിർത്താനായിട്ട് വെക്കുന്നുണ്ട്. 1 മണിക്കൂറോളം കുതിർത്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുക്കറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൽ നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് പഴമാണ് കേട്ടോ. അപ്പോൾ ചെറുപഴം ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പൂവൻപഴമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് 2 എണ്ണം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 1/4 ഗ്ലാസോളം പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ട് പേസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് പാല് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് അത്യാവശ്യം ലൂസിനുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ്. പിന്നെ ആ ഒരു പഴം കൂടി നമ്മൾ പേസ്റ്റ് ആക്കുമ്പോൾ കുറച്ച് തിക്ക് ഉണ്ടാവുകയും ചെയ്യും നമ്മുടെ ആ ഒരു പാലിന്. അപ്പോൾ ഞാനിതൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ബാക്കിയുള്ള 3 പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ചേർക്കേണ്ടത് മാതളാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു അര ഗ്ലാസോളം മാതള ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ ആദ്യമേ വേവിച്ച് വെച്ച ചവ്വരി ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു ഗ്ലാസ്സിനേക്കാൾ മുകളിലുണ്ടായിരുന്നു ചവ്വരി. അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ പിസ്തയുടെ ഫ്ലേവറാണെന്ന്. അത് പിസ്ത മിൽക്ക് മിക്സിൻ്റെ ഒരു 3 ഡ്രോപ്പോ നമുക്കിതിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ ഇപ്പോൾ എല്ലാ കടകളിലും ഷോപ്പിലൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. ഈ പിസ്തയുടെ ഫ്ലേവറിലുള്ള മിൽക്ക് മിക്സൊക്കെ നമുക്ക് കിട്ടും. ഇതിൽ നമുക്ക് 2-3 ഡ്രോപ്പ് അത്രയും മതിയാകും. അപ്പോൾ ചെറിയൊരു കളർ ചേഞ്ചും വരും. നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീട്ടിലൊക്കെ ഫംഗ്ഷൻസോ അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയതാണ്. ഈ ഒരു മിക്സ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് പാലും വാങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്യും കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാനും മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള വ്യത്യസ്ത ഡ്രിങ്ക്സിൻ്റെ റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഓക്കെ ബൈ. താങ്ക് യു.